Anju N Nivi vlogilekku എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് പുട്ട് ഐസ്ക്രീമിന്റെ ആ ഒരു ഇൻട്രോ എടുത്തിരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെസിപ്പി ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചിക്കൻ റോളിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ ചായക്കടകളിലും കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇവിടെ പൊതുവെ അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ചായക്കടയിൽ കിട്ടുന്ന ചിക്കൻ റോളിൽ നിങ്ങൾക്ക് ചിക്കൻ കിട്ടാറുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്നാലും നല്ല സൂപ്പർ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഫില്ലിങ്ങും ഉള്ള ചിക്കൻ റോളാണ് കേട്ടോ. അപ്പം ചിക്കൻ റോളിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ചിക്കൻ റോളിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പം ഞാനൊരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലില്ലാത്ത പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ് എങ്കിലും നമുക്ക് ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർത്തു. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. വിസ്ക് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ, കാരണം ഞാനൊരളവ് പറയുന്ന മാതിരി ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി വരാം. അത് ഡിപ്പെൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളമായിട്ടുണ്ട് മൊത്തം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന പോലെ മൈദദോശയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ മാവ് ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ മാവ് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേശ്ശെയായിട്ട് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഈ ഞാൻ പറഞ്ഞ മസാല തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ എല്ലില്ലാത്ത പീസ് എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എല്ലോട് കൂടി തന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം എല്ലൊക്കെ ഒഴിവാക്കിയാൽ മതി. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുമ്പം എല്ലില്ലാത്തത് വേണം വെക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലോട് കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം ഒഴിവാക്കിയിട്ട് ആ പീസുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മൊത്തം ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ റോള്. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ചിക്കൻ റോളാട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റോളിനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ, അതിനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കൊരു 2 പച്ചമുളക് നന്നായിട്ട് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനാണ്.
അപ്പം ഞാനത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഓൾറെഡി വെന്ത സാധനമാണ്. നമ്മുടെ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോളിനുള്ള ദോശ ചുറ്റിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നു. ആ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും ഞാൻ വേവിക്കുന്നില്ല, ഒരു സൈഡേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമുക്ക് റോളിങ് തുടങ്ങേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഈ ദോശമാവ് ഉണ്ടല്ലോ, ആ മാവ് തന്നെ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൈഡിൽ വെച്ചിട്ട് ആ സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഓപ്പോസിറ്റ് സൈഡിലും മാവാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ രണ്ട് സൈഡും അങ്ങ് ഒട്ടിയിട്ടുണ്ടാവും. ഇനി ഇതേ ഈ രണ്ട് സൈഡിലും കൂടെ ഒന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മടക്കിയിട്ട് ഒറ്റ റോള് ചെയ്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് ആ പോർഷനും കൂടെ നമുക്കൊന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാവാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിയിരിക്കണം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഓയിൽ കയറരുത്. അപ്പം കുറച്ച് നേരം കൂടെ ദോശ പാനിൽ വെച്ചിട്ട് ബാക്കി ദോശയൊക്കെ ഇതുപോലെ ചുട്ട് ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ റോളിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാത്രത്തിൽ 2 കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ റോള് ഈ കോഴിമുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ സൈഡിലേക്കും ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. സൈഡിലൊക്കെ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കടകളിൽ നിന്ന് തന്നെ ബ്രെഡ് ക്രംസ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു 5 ബ്രെഡ് എടുത്തു. എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചു. എന്നതിന് ശേഷം ഒരു പാനിലിട്ടിട്ട് ഓയിലൊന്നും ആക്കാതെ ജസ്റ്റ് ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. അപ്പം നല്ല ആ വെള്ളത്തിൻ്റെ അളവൊക്കെ പോയിട്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടും. അപ്പം നമ്മൾ ഒക്കെ എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10-15 സെക്കൻഡ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം ഓയിൽ വേണം. നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒക്കെ വെന്ത ഐറ്റംസ് തന്നെയാണ്. ജസ്റ്റ് ആ ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആകുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് രണ്ടാമതിടുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ പൊടിയൊക്കെ ഓയിലിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കൻ റോളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ കുക്കിംഗ് വ്ളോഗ്സ് മാത്രമല്ല ട്രാവലിംഗ് വ്ളോഗ്സും ഉണ്ട്. പുതുതായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ക്രിസ്പി ചിക്കൻ റോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.